What's happening people, this is Kochimachan and welcome back to another vlog. അപ്പോൾ ദേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹൈദരാബാദിലാണ്. നമ്മളിവിടെ വന്നേക്കുന്നത് നമ്മുടെ മോട്ടോമോറിനി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എക്സ്കേപ്പ് എന്ന് പറഞ്ഞ വണ്ടിയുടെ ഒരു റിവ്യൂ പറയാനാണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ ഞാൻ വണ്ടി കുറച്ച് നേരം ഓടിച്ചു, നിങ്ങൾക്ക് കാണാം എൻ്റെ മേത്തുള്ള ചെളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡും പോയിട്ടുണ്ട്, അത്യാവശ്യം കുറച്ച് ഒരു റോഡിൽ നമ്മൾ ഓടിച്ചു. നമ്മളിപ്പോൾ പിന്നെ റോഡിലേക്ക് തന്നെ വണ്ടി ഇറക്കും. അപ്പോൾ ഇതിനെപ്പറ്റി ചെറിയ വീഡിയോയ്ക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഒരു വാക്ക് റൗണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഹെഡ്ലാമ്പ്. ഒരു വെറൈറ്റി ലുക്കാണ്, ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ് ഇപ്പോൾ, പക്ഷേ ഓൺ ബൈ ചൈനീസ് കമ്പനി, പക്ഷേ ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഹാൻഡ് മെയ്ഡ് ബൈക്സ് ആയിരുന്നു ഇവരുടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ നമുക്ക് കാണുന്നത് LED ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് വണ്ടി. ഇതിൻ്റെ വൈറ്റ് കളറൊക്കെ ഉണ്ട്, അതൊക്കെ റോട്ടിൽ കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കാണാനും കാര്യങ്ങളൊക്കെ. ഈ നോക്കുമ്പോൾ നമുക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ, നമുക്ക് അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ ആണ്, അതായത് പ്രീലോഡും റീബൗണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ നല്ല രീതിയിൽ നമ്മുടെ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫ്രണ്ടിൽ ഡുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് വിത്ത് ഡുവൽ ചാനൽ ABS ആൻഡ് ബ്രെംബോയുടെ ബ്രേക്സ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ബൈറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് സ്പോക്ക് വീൽസ് ആണ്, നമ്മുടെ സ്പോക്ക് വീൽസ് ആണ്, പക്ഷേ ട്യൂബ്ലെസ് ആട്ടോ. ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കണേ. പിന്നെ അതുകൂടാണ്ട് നമുക്ക് സ്റ്റോക്ക് വന്നത് പിർലിയുടെ STR ടയേഴ്സും. ഇത്രയും നല്ല അടിപൊളി ഒരു ഓൺ റോഡ് ഓഫ് റോഡ് ടയർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ല കേട്ടോ. പക്ഷേ അടിപൊളി ടയേഴ്സാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. നിങ്ങൾ കാണാൻ ഇതിന് ഓൾറെഡി ഒരു വലിയൊരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് എക്സ്കേപ്പ് ആൻഡ് മോട്ടോമോറിനിയുടെ ഒരു ലോഗോ. നമ്മുടെ എഞ്ചിൻ സൈഡ് നോക്കാൻ പോയ ഒരു ഇൻലൈൻ ട്വിൻ എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് വെച്ചാൽ 60 bhp ആൻഡ് 54 Nm ടോർക്കാണ്. ലിക്വിഡ് കൂളിൽ ഞാൻ നിങ്ങൾക്ക് കാണാം റേഡിയേറ്ററും കാര്യങ്ങളും. ഇതേ ഒരു ഡുവൽ എക്സോസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. നിങ്ങൾക്ക് കാണാൻ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് തന്നെയല്ല, ചെറിയ ക്രാഷ് ഗാർഡാണ് സ്റ്റോക്ക് തന്നെ. ഇത് വലിയൊരു ക്രാഷ് പ്രൊട്ടക്ടേഴ്സും കാര്യങ്ങളും ഇവർ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഇടുക, നല്ല ചെറിയ എക്സോസ്റ്റ് ആണ്, നല്ല സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ് എക്സോസ്റ്റ് ആണ്. ബാക്കിൽ നമുക്ക് ബ്രെംബോയുടെ ബ്രേക്സ് തന്നെയാണ് വന്നേക്കുന്നത്. ABS ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ റിയർ സസ്പെൻഷൻ കേട്ടോ. റിയർ സസ്പെൻഷനും നമുക്ക് പ്രീലോഡും റീബൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് ഫ്രണ്ടിലും ബാക്കിലും അവർ കൊടുത്തേക്കുന്നത്. 150 സെഷൻ്റെ പിർലിയുടെ STR ടയേഴ്സ് ആണ്, സ്റ്റോക്ക് തന്നെ വന്നെ. ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്. ചെറിയൊരു ടെയിൽ ലാമ്പും LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോട്ടോമോറിൻ്റെ ആ ഒരു ലോഗോയും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഈ ഒരു സൈഡും. നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, നോർമൽ ക്ലച്ചാണ്, ക്വിക്ക് ഷിഫ്റ്ററോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമേ ഇല്ല. നോർമൽ വെറ്റ് ക്ലച്ചാണ് ഇതിന് കൊടുത്തേക്കണേ. സീറ്റ് അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളൊരു മിഡ് റേഞ്ച് ആണ്. അത്ര സോഫ്റ്റ് അത്ര ഹാർഡും അല്ലാത്ത ടൈപ്പ് ഒരു സീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് നല്ല സ്പേസസ് ആണ്, നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് നമുക്ക് പോകാൻ പറ്റും. കൂടാണ്ട് ടാങ്ക് സൈസ് നോക്കാൻ പോയാൽ ഒരു 18 ലിറ്റേഴ്സ് ആണ്, വലിയ ടാങ്ക് ആട്ടോ. 18 ലിറ്റേഴ്സ് ടാങ്ക് ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ. പിന്നെ ഇതാണ് വലിയൊരു TFT സ്ക്രീനും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോക്കാൻ പോയാൽ ഇതാണ് നമ്മുടെ സെലക്ട് ബട്ടണും കാര്യങ്ങളും. ഇതാണ് സെറ്റ്, ബാക്ക്, ഇവിടെ പാസ്. ഇത് നമുക്ക് നമ്മുടെ ഹെഡ് ലാമ്പ് ഓൺ ഓഫ് ആക്കാനുള്ളതും പാർക്ക് ഓൺ ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷനും, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, ഇവിടെ നമുക്ക് ഹസാർഡ്, പിന്നെ ഇത് കിൽ സ്വിച്ചും. ഇവിടെ നമുക്ക് നമ്മുടെ സ്വിച്ച് ഉണ്ട്, നമുക്ക് ഹെഡ് ലാമ്പ് ഓൺ ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ച് കണ്ടോ. ആ ഒരു DRLs ഓൺ ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ചാണ് നമുക്ക് അവിടെ കൊടുത്തേക്കുന്നത്. അതുകൂടാണ്ട് നമുക്ക് ഇവിടെ സെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എക്സ്കേപ്പ് എന്നും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ USB ഉണ്ട്, 2 USB കുത്താണ്, നമുക്ക് 2 USB കുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് സ്ക്രീൻ. ഇത്രയും വലിയ സ്ക്രീനിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. കൂടുതലും നമുക്ക് ബൈക്ക് ഇൻഫോയിലേക്ക് പോയാൽ നമുക്ക് ടയർ പ്രഷർ സെൻസർ ഉണ്ട്, ഫ്രണ്ടും ബാക്കും ടയർ പ്രഷർ സെൻസർ, പിന്നെ ബാറ്ററി വോൾട്ടേജ്, കൂളൻ ടെമ്പറേച്ചർ, നമുക്ക് സർവീസ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കാര്യങ്ങളാണ്, നമ്മുടെ പാട്ട് കേൾക്കണതും കോൾ എടുക്കണതും അങ്ങനത്തെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കാര്യമാണ്. പിന്നെ നമുക്ക് റൈഡ് മോഡ് ഉണ്ട്. നമുക്ക് റൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയിട്ട് നമ്മൾ സെറ്റ് ബട്ടൺ ഞെക്കിയാൽ നമുക്ക് ഓഫ് റോഡ് മോഡിലേക്ക് പോകാം. ഓഫ് റോഡ് മോഡിലേക്ക് പോയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നോബി ടയേഴ്സിൻ്റെ ഒരു ഗ്രാഫിക്സ് ആണ് ഇവിടെ വന്നത്. അടിപൊളിയായിട്ട് ഇവിടെ ഗിയർ ബോക്സ് ഇൻഡിക്കേറ്ററിൻ്റെ ഓഡോമീറ്ററും കാര്യങ്ങളും, ഇവിടെ ഫ്യൂൽ ഗേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഓഫ് റോഡ് മോഡ് ഇപ്പോൾ തന്നെ പോയിട്ട് നമ്മൾ ഈ സെറ്റ് ബട്ടൺ ഒന്നുകൂടെ ഞെക്കുക. അവിടെ 2 ആരോ ഒരു മേളിലേക്ക് നയിക്കും. ഒന്നുകൂടെ നമ്മൾ പിടിച്ച് വയ്ക്കുക. നമുക്ക് ABS ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓഫ് ചെയ്താൽ ABS ഓഫ് കണ്ടോ.
അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അങ്ങനെ എക്സ്ട്രാ അടിപൊളി ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല. ആകെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് ആ കോളും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് വണ്ടി പുറത്തെടുത്ത് നമുക്ക് ഓടിച്ച് സംസാരിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വണ്ടിയിൽ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എന്നെ ഗോപ്രോ പിന്നെ ചതിച്ചു. നമ്മുടെ മൈക്ക് അഡാപ്റ്റർ നമുക്ക് പണി തന്നതാണ്. ആ കാണുന്നത് നിങ്ങൾ, ഞാൻ അറിഞ്ഞില്ല. സാധാരണ എല്ലാ പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ചെക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയ പണിയാണ്. ഹൈദരാബാദ് വരെ പോയതല്ലേ, എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇറക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാനിപ്പോൾ ചെയ്യണം നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചു, അത്യാവശ്യം ഓഫ് റോഡും ഓൺ റോഡും എല്ലാ കാര്യങ്ങളും ഓടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ തന്നെ വേണേൽ പറയാം. ഓവറോൾ പറയാൻ പോയ വണ്ടി ഒരു ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് തന്നെ ഒരു വണ്ടിയാണ്. പിന്നെ നമുക്ക് അങ്ങനെ കൂടുതൽ ഇലക്ട്രോണിക്സോ കാര്യങ്ങളൊന്നുമില്ല. ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെ പറയാം, നമ്മുടെ മോട്ടോമോറിയുടെ xcape കേട്ടോ. ഇതിൻ്റെ ഒരു സ്ക്രാംബ്ലർ വേരിയൻ്റ് ഉണ്ട്, അതും ഞാൻ ഓടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ റൈഡിംഗ് പൊസിഷൻ പറയാൻ പോയാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് റൈഡിംഗ് പൊസിഷനാണ്. നമുക്ക് നല്ല അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ. നമ്മുടെ ഫുഡ് പെക്സ് നമ്മൾ തൊട്ട് താഴെ തന്നെയാണ്. അതുകൊണ്ട് വണ്ടിയിൽ നമ്മൾ കയറി ഇരിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് നമുക്ക് ചെറുതായിട്ട് തോന്നുക. 215 കിലോ ഉണ്ട് വണ്ടിയുടെ വെയിറ്റ് കേട്ടോ. അപ്പോൾ വെയിറ്റ് നമുക്ക് കുറച്ച് തോന്നും. അതുകൊണ്ട് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഒന്നല്ലേ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് കാല് എത്തിയില്ലെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവില്ല. ആ പേടിയിൽ നമ്മൾ ചരിഞ്ഞു പോയാൽ വണ്ടി പോയതാട്ടോ. പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്ന് പോകും. കാര്യം അത്യാവശ്യം വെയിറ്റ് നമുക്ക് തോന്നും. അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ സീറ്റ് ഹൈറ്റ്, എൻ്റെ ഹൈറ്റ് 5'6" ആട്ടോ. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഫുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മൾ കൂടുതൽ കയറിയിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ട് പോർഷൻ നാരോ ആണ് സീറ്റിൻ്റെ. അത്യാവശ്യം സോഫ്റ്റ് ആൻഡ് ഹാർഡ് ഒരു മിഡ് റേഞ്ച് ടൈപ്പ് സീറ്റാണ് അതിന് വന്നേക്കുന്നത്. പില്ലിയൻ സീറ്റും കംഫർട്ടബിൾ ആണ്, പക്ഷേ ചെളി നല്ല രീതിയിൽ തെറിക്കും കേട്ടോ. പില്ലിയൻ ഇരിക്കുകയാണെങ്കിൽ ആളുടെ കാലിൽ എല്ലാത്തിനും നമ്മൾ ചെളി കൂടെയൊക്കെ പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ തെറിക്കും. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് നമുക്ക് ഫുൾ LED സെറ്റപ്പാണ് വണ്ടിയിൽ വന്നേക്കണേ. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായില്ല, രാത്രിയൊന്നും നമുക്ക് ഓടിക്കാൻ കിട്ടിയിട്ടില്ല. പിന്നെ അതുകൂടാണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ട്യൂൺ ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ അത്യാവശ്യം നല്ല ട്രാവൽ ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഫ്രണ്ട് ബ്രേക്സ് ആട്ടോ, ഫ്രണ്ട് ഡുവൽ ഡിസ്ക് ബ്രേക്സ് പിടിച്ച അപ്പോൾ ഒരു നിപ്പാണ്. നമുക്ക് കുറച്ച് ഷാർപ്പായിട്ടുള്ള ബ്രേക്സ് ആണ്, ബ്രെംബോയുടെ ബ്രേക്സ് ആണ്. നല്ലതാണ്. ഒന്ന് യൂസ്ഡ് ആയാൽ നമുക്ക് ഓക്കെ ആവും. അല്ലെങ്കിൽ നമുക്കൊന്ന് പേടിയാവും കേട്ടോ ആദ്യം നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും. പെട്ടെന്നൊരു ഡൈവാണ്. അത് ഇത്രയും ലോങ് ട്രാവൽ സസ്പെൻഷൻ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ലൊരു ഡൈവും വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് പേടിയാവും. നോർമൽ അലോയ്സ് ഉള്ള വേരിയൻ്റ് ഉണ്ട്, റോഡ് വേരിയൻ്റ് ഉണ്ട്. ഇത് മോറിനിയുടെ xcape X എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് ഈ ഒരു സ്പോക്ക് വീൽസ് തന്നെ, അതും ട്യൂബ്ലെസ് ആണ്. അപ്പോൾ അതിൻ്റെ തലവേദന നമുക്ക് മാറി കിട്ടും. വണ്ടി എഴുന്നേറ്റ് നിന്ന് ഓടിക്കുമ്പോഴായും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നില്ല. നമ്മൾ നല്ല അപ്രൈറ്റ് ആയിട്ട് എഴുന്നേറ്റിരിക്കാം. അതുകൂടാണ്ട് ടാങ്ക് നമുക്ക് നല്ല രീതിയിൽ ഗ്രിപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലിൻ്റെ കറക്റ്റ് ആ മുട്ടിൻ്റെ ആ ഭാഗത്തായിട്ട് ടാങ്കിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നല്ല രീതിയിൽ ഗ്രിപ്പ് ചെയ്തിരിക്കാൻ പറ്റും. ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ ഗ്രിപ്പ് നമ്മുടെ കാലിൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മൾ കൊടുക്കണേ. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് എഴുന്നേറ്റിരിക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് റൈഡിംഗ് മോഡ്സ് ഉണ്ട്. ഓഫ് റോഡ് പോകുമ്പോൾ ഓഫ് റോഡ് മോഡിലേക്ക് ഇടുക. അതുകൊണ്ട് ABS ഓഫ് ചെയ്ത് നമുക്ക് അതുകൂടാണ്ട് കുറച്ച് ഒന്ന് കൺട്രോളുള്ള ആളാണെങ്കിൽ നമുക്ക് ബ്രേക്കൊക്കെ ചവിട്ടി ഒന്ന് തിരിച്ചൊക്കെ എടുത്ത് കുറച്ച് ത്രോട്ടിലൊക്കെ കൊടുത്താൽ വണ്ടി പെട്ടെന്ന് പറഞ്ഞ് കയറിപ്പോവും. എഞ്ചിൻ പെർഫോമൻസ് അടിപൊളിയാണ്. കൂടുതലും മിഡ് റേഞ്ച് പെർഫോമൻസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു ബോട്ടമിൻ്റെ ആയാലും ടോപ്പിൻ്റെ അങ്ങനെ അധികം കയറ്റാൻ പറ്റില്ല. എനിക്ക് ഏകദേശം ഒരു 150 180 ആ ഒരു റേഞ്ചിലാണ് ഞാൻ സ്പീഡ് കയറ്റിയത്. എനിക്ക് ഓവറോൾ ഒരു വണ്ടിയിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. എല്ലാ RPM റേഞ്ചിലും നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. നമ്മൾ ഒരു തരിപ്പെന്ന് വേണം പറയാം. ചെറിയൊരു എനിക്ക് ഏറ്റവും സ്മൂത്ത് ആയിട്ട് തോന്നി മിഡ് RPMലാണ് വണ്ടിയുടെ ഒരു സ്മൂത്ത് ക്യാരക്ടർ എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് വണ്ടി പെട്ടെന്ന് തേർഡ് ഗിയറിൽ തന്നെ 150 ഒക്കെ വണ്ടി ഈസി ആയിട്ട് വരുന്നുണ്ട്. 140 150 ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തേർഡ് ഗിയറിൽ തന്നെ വണ്ടി കയറിപ്പോവും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണിക്കില്ല. പക്ഷേ ഹയർ RPMൽ നമുക്ക് വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്തല്ല ഇത്രയും ഒരു വൈബ്രേഷൻ ഞാനൊരു ട്വിൻ സിലിണ്ടർ വണ്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ബെയറബിൾ വൈബ്രേഷൻ ആണ്. ബട്ട് യെസ്, ആ ഒരു ഫുൾ RPM റെവ് റേഞ്ചിൽ നമുക്ക് ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളും ഫീൽ ചെയ്യും. പിന്നെ പിർലിയുടെ ടയേഴ്സ് ഒന്നും പറയാനില്ല, അടിപൊളി ടയേഴ്സാണ്. ഓൺ റോഡ് പെർഫോമൻസ് ആയാലും ഓഫ് റോഡ് പെർഫോമൻസ് ആയാലും നമുക്ക് നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഓഫ് റോഡ് ആയാലും നമുക്ക് അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് ഓൺ റോഡ് ആയാലും നല്ല കോർണറൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കിടത്താനും നല്ല ടേണൊക്കെ എടുക്കാനായാലും നല്ല കോൺഫിഡൻസ് നമുക്ക് ആ ഒരു ടയേഴ്സിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സ്ക്രാംബ്ലർ വേർഷൻ ഓടിച്ചപ്പോൾ അതിൽ എനിക്ക് വൈബ്രേഷൻ കുറച്ച് കുറവായിട്ട് തോന്നി. കാര്യം മെറ്റൽ ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിന് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വൈസറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് വൈസറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ടേൺ ചെയ്യാൻ ഒരു നോബും ഉണ്ട്. അല്ലെങ്കിൽ കൂടെ ലൂസ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റബിൾ വൈസറാണ് ഫ്രണ്ടിൽ വന്നേക്കണം. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് ഉണ്ട്. ഇതിൻ്റെ ഗിയർ ബോക്സ് കുറച്ച് ക്ലങ്കി ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. എല്ലാ ഗിയറും നമ്മൾ അറിയും. ക്ലച്ചായാലും അത്യാവശ്യം ഒരു ഹാർഡർ സൈഡിലാണ്. ബട്ട് അത്ര ഹാർഡല്ല, ഒരു മിഡ് റേഞ്ച് ആൻഡ് ഹാർഡറിൻ്റെ ഒരു ഇടയ്ക്കായിട്ട് വരും. അത്ര ഹാർഡോ അത്ര സോഫ്റ്റോ അല്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ വണ്ടി കുറേ ആയി ഓർഡർ ചെയ്തത്. എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞത് 1-1.5 മാസമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു മീഡിയ ഇവൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് സർവീസ് ചെയ്യാനും അങ്ങനെ വലിയ ടൈം കിട്ടിയില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു പ്രശ്നം വന്നേക്കണമെന്ന് പറയാം. ബട്ട് യെസ്, അതാണ് എനിക്ക് കിട്ടിയ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ.
ഒരു ബേസിക് ആയിട്ടുള്ള വണ്ടി വിത്ത് ബേസിക് ഫീച്ചേഴ്സ്, അതായത് വലിയ സ്ക്രീൻ ഉണ്ടെങ്കിലും അവർക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ഒക്കെ വേണം ആഡ് ചെയ്യായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നോട്ടത്തിൽ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഫൈബർ പാർട്സ് അത്യാവശ്യം ഉണ്ടെങ്കിലും ആ ഫൈബർ പാർട്സിന് അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ വണ്ടിയുടെ പ്രൈസ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ പ്രൈസ് പറയുമ്പോൾ 7,40,000 ആണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസിന്. അപ്പോൾ എനിക്ക് കേരളത്തിൽ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 9 lakhs അടുപ്പിച്ച് 9 lakh അല്ലെങ്കിൽ 9 lakh പ്ലസ് ഉണ്ടാവും വണ്ടിയുടെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ അറിയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ കൊച്ചിമച്ചാൻ തന്നെയാണ് എൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കാര്യം ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ് ഞാൻ ചെയ്തത്. ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. സോ യെസ്, അതൊക്കെ തരുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫേക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റേ നിങ്ങൾ സ്വന്തം കൊച്ചിമച്ചാൻ. ബൈ. കിളികൾക്കൊക്കെ ഒന്നും ഉണ്ടായിരിക്കാം. വണ്ടി ഓവറോൾ പറയാം. എന്തത് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ. ഗോപ്രോ ചതിച്ചതാ. എന്തൊക്കെ പറഞ്ഞ അവിടെ നിന്നിട്ട് എല്ലാം പോയി. എന്നാൽ അത് കേൾക്കാൻ പറ്റുക അതുമില്ല. എനിക്ക് വേണ്ട ഈ കളിക്ക്, ഞാൻ ഇല്ല. കുറച്ച് നീ ബുദ്ധിമുട്ടും. റിവ്യൂ പില്യൺ റിവ്യൂ പറഞ്ഞോ കേട്ടോ. ബാക്കി നല്ല ചൂടുണ്ട്, പിന്നെ ഫ്രണ്ടിലേക്ക് ചൂടുണ്ട്. ഇത് ഓക്കെ. എടാ ഒരു വീഡിയോ എടുത്തടാ.